സ്ത്രീ മനസ്സുകളിലുണ്ടാകുന്ന തെറ്റായ ചിന്തകളെ മാറ്റിയെടുക്കുന്ന സെഗ്മെന്റ് ചേഞ്ച് യുവർ ലൈഫ്. ലേസിനെസ് അഥവാ മടി, ഇവിടെ ഇത് നമ്മൾക്ക് ജോലി ചെയ്യാനുള്ള മടിയായിരിക്കില്ല, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കാനുള്ള മടിയുമല്ല. പിന്നെ എന്തിനാണ് മടി? പലപ്പോഴും സ്ത്രീകൾക്ക് മടി ഉണ്ടാവുന്നത് അവർക്ക് വേണ്ടി തന്നെ കുറച്ച് സമയം മാറ്റിവെക്കുന്നതിനാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് സാധിക്കുക? നമ്മൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു എക്സസൈസ് ചെയ്യാനോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യോഗ ക്ലാസ് അറ്റൻഡ് ചെയ്യാനോ ഓർ അങ്ങനെ എന്തെങ്കിലും ഒരു സെൽഫ് റിലാക്സേഷന് വേണ്ടിയിട്ട് ടൈം മാറ്റി വയ്ക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ഉപേക്ഷ വിചാരിക്കുക. ഇപ്പോൾ വേണ്ട, കുറച്ച് കഴിഞ്ഞ് ചെയ്യാം, പിന്നീടാവട്ടെ എന്നുള്ള രീതിയിലുള്ള ഒരു ലേസിനെസ് കാണിക്കുക. അപ്പോൾ ഇത് നമ്മൾക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുക? അതിനുള്ള കുറച്ച് ചെറിയ ചെറിയ ടെക്നിക്സാണ് ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മൾക്ക് പലപ്പോഴും അറിയാം, നമ്മൾ പല കാര്യങ്ങളും പലപ്പോഴും പല തീരുമാനങ്ങളും എടുക്കും. അതായത് ഇന്ന് മുതൽ രാവിലെ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഞാൻ എക്സസൈസ് ചെയ്യുന്നു, ഓർ ജിമ്മിൽ പോകുന്നു, അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കും. ചിലപ്പോൾ ഒരു 1 ഇയർ മെമ്പർഷിപ്പ് പോലും പോയി ജിമ്മിൽ പോയി എടുത്തൊന്നും ഇരിക്കും. പക്ഷേ അത് ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 1.5 ആഴ്ച മാക്സിമം 2 ആഴ്ച കഴിയുമ്പോൾ ആ തീരുമാനത്തിൻ്റെ ശക്തി കുറഞ്ഞ് അവസാനം അങ്ങനെ ഒരു കാര്യത്തിലേക്ക് മാറ്റിവെക്കാൻ നമ്മൾക്ക് സമയവും താല്പര്യവും ഇല്ലാതെ പോവുകയും ചെയ്യും. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും ഇഷ്ടംപോലെ ജിമ്മുകളും ഹെൽത്ത് സെൻറ്റേഴ്സും ഒക്കെ പൊട്ടിമുളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ഒരു ആഗ്രഹത്തിനെയാണ് അവർ മുതലെടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഈ മടിയുള്ളത് കൊണ്ട് തന്നെ ഈ മെമ്പർഷിപ്പ് എടുക്കുന്ന എല്ലാ ആൾക്കാരും ഒരിക്കലും ലൈഫ് ലോങ്ങോ അല്ലെങ്കിൽ 1 മന്തൊന്നും എത്തില്ല എന്നും ഇത് നടത്തുന്നവർക്കറിയാം. അപ്പോൾ ഈ ഒരു സ്വഭാവത്തിനെ, ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു സ്വഭാവമാണ്, ഈ ഒരു സ്വഭാവത്തിനെ നമ്മൾക്ക് എങ്ങനെ നിയന്ത്രിക്കാം? അതിനു വേണ്ടിയിട്ട് പല പല വഴികളുണ്ട്. അതായത് ഇപ്പം നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നാളെ മുതൽ ഞാൻ ഒരു 40 മിനിറ്റ്സ് വാക്ക് നടത്തും, അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ തന്നെ മിനിമം ഒരു 21 ഡേയ്സ് എങ്കിലും നമ്മൾ ഉറച്ചു നിൽക്കണം. അതായത് എന്ത് കാര്യമാണെങ്കിലും നമ്മളുടെ ഒരു ശീലമാക്കി മാറ്റണമെങ്കിൽ മിനിമം 3 വീക്സ്, അതായത് 21 ഡേയ്സ് നമ്മളത് ചെയ്തിരിക്കണം, റെഗുലറായിട്ട് ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്താൽ പിന്നെ 22nd ഡേ ഓൺവേർഡ്സ് അത് ചെയ്യാനുള്ള ഒരു താല്പര്യം കുറച്ചുകൂടെ കൂടുതലുണ്ടാകും എന്നാണ് സ്റ്റഡീസ് കാണിക്കുന്നത്. പക്ഷേ ഈ 21 ഡേയ്സ് നമുക്ക് ഈ താല്പര്യം നിലനിർത്തണമല്ലോ, അതിനുള്ള വഴികളാണ് നമുക്ക് നോക്കേണ്ടത്, അല്ലേ? അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തന്നെ നമ്മൾക്ക് മോട്ടിവേഷൻ ആവണം. കാരണം നമ്മളുടെ ഈ മോട്ടിവേഷൻ എനർജിയാണ് കുറഞ്ഞു പോകുന്നത്. നമ്മൾ ഈ പ്രതിജ്ഞ എടുക്കുന്ന സമയത്ത് നമ്മളുടെ മോട്ടിവേഷൻ എനർജി വളരെ കൂടുതലായിരിക്കും. അത് പക്ഷേ ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ അങ്ങനെ ഓരോ ഡേയ്സ് പോകും തോറും ഈ ഒരു എനർജി കുറഞ്ഞു പോകും. അപ്പോൾ ഇതിനെ നമുക്ക് നിലനിർത്തണം. അതിനെ നിലനിർത്താൻ വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾവേസ് പ്രോഗ്രസ്സിങ് ആയിരിക്കണം. എന്ത് കാര്യം ചെയ്താലും നമ്മളതിൽ പ്രോഗ്രസ്സിങ് ആണെങ്കിൽ നമ്മൾക്കത് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് നമ്മളതിൽ പ്രോഗ്രസ്സിങ് ആവുന്നത്? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 40 മിനിറ്റ് നമ്മൾ വാക്കിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നു. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് ഡേ നമ്മൾ വാക്ക് നടത്തുമ്പോൾ നമ്മൾ ഒരിക്കലും 40 മിനിറ്റിലേക്ക് എത്തിക്കാൻ പാടില്ല. നമ്മൾക്കതൊരു 30 മിനിറ്റ് ആകുമ്പം സ്റ്റോപ്പ് ചെയ്യാം, ഓർ 25 മിനിറ്റ്സ് ആകുമ്പം സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് ഡേയിലേക്ക് നമുക്ക് വീണ്ടും നമ്മളുടെ തീരുമാനത്തിലെത്താൻ നമ്മൾക്ക് ഇനിയും ചെയ്യാനുണ്ട്, ഇനിയും സമയം കൂടുതൽ ചെയ്യാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേയിലേക്ക് കുറച്ചുകൂടി നമ്മളതിൽ ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കണം. അതായത് സെക്കൻഡ് ഡേയിലാവുമ്പോൾ 20 മിനിറ്റ്സ് എന്നുള്ളത് ഒരു 25 മിനിറ്റ്സ് ആക്കാം. തേർഡ് ഡേ ആകുമ്പോൾ അതിൽ കുറച്ചുകൂടി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുക. ഫോർത്ത് ഡേയിൽ എഗെയിൻ ഇമ്പ്രൂവ്മെൻറ്റ്. അങ്ങനെ യു ക്യാൻ മേക്ക് ഇറ്റ് ആസ് ഒരു പ്രോഗ്രസീവ് ഗ്രാഫാക്കി മാറ്റുക. അപ്പം ഇങ്ങനെ ഒരു ഗ്രാഫ് പ്രിപ്പയർ ചെയ്ത് നമ്മളുടെ കിച്ചണിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ മുമ്പിലോ ഓർ വേറെ എവിടെയെങ്കിലും നമ്മൾക്ക് എവിടെയാണോ ഏറ്റവും കൂടുതൽ നമ്മൾ കാണാൻ സാധ്യതയുള്ളത് ആ ഒരു ഭാഗത്ത് വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു സ്പേസിൽ അത്
സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. സോ ദാറ്റ് ഡെയിലി നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഗ്രാഫിൽ ആ ദിവസത്തെ പ്രോഗ്രഷൻ എത്രയായിരുന്നു എന്നുള്ളത് മാർക്ക് ചെയ്യാം. അങ്ങനെ മാർക്ക് ചെയ്ത് വരുമ്പം നമ്മൾക്കത് പിന്നീടത് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പം വി ക്യാൻ സീ ദാറ്റ് ദർ ഈസ് എ പ്രോഗ്രഷൻ. ഓക്കെ, ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ഇനി ഇതിലും ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മോട്ടിവേഷൻ നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അനദർ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കൊരു വിഷ്വൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇതാണ് എൻ്റെ എക്സസൈസ് ടൈം, അല്ലെങ്കിൽ ഇതാണ് എൻ്റെ റിലാക്സേഷൻ ടൈം എന്നുള്ള ഒരു വിഷ്വൽ ഇമേജ് നമ്മൾ തന്നെ നമ്മളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കിടക്കുന്ന റൂമിൽ നമ്മളുടെ ബെഡിന് മുൻപിലായി തന്നെ, അതായത് നമ്മൾ കിടക്കുന്ന സമയത്തും നമ്മൾ എണീക്കുന്ന സമയത്തും അതായിരിക്കണം ആദ്യം കാണുന്നത്. അതുപോലെ ഒരു ചാർട്ട് എഴുതി വളരെ ബോൾഡായിട്ടുള്ള ലെറ്റേഴ്സിൽ എഴുതി അവിടെ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുക. ദാറ്റ് ഈസ് എക്സസൈസ് ടൈം ഈസ് 5 to 6, 5 AM to 6 AM. അങ്ങനെ വളരെ ബോൾഡ് കോൺട്രാസ്റ്റിംഗ് കളേഴ്സിൽ എഴുതി കണ്ണ് തുറന്ന ഉടനെ നമ്മളുടെ അറ്റൻഷൻ കിട്ടത്തക്ക രീതിയിൽ അത് ബെഡിന് ഫ്രണ്ടിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുക. അപ്പോൾ രാത്രി കിടക്കുന്ന ടൈമിലും രാവിലെ എണീക്കുന്ന ടൈമിലും ഈ ഒരു ഇമേജ് ആയിരിക്കും നമ്മളുടെ മനസ്സിൽ ആദ്യം പതിയുക. അപ്പോൾ അത് നമ്മളിൽ ഒരു ഒരു അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് വളരെയധികം സഹായിക്കും. പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓൾവേസ് ഒരു സെൽഫ് അനാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുക. ഈ സെൽഫ് അനാലിസിസ് നടത്തുന്നതിന് ഒരു ടൈമുണ്ട്. രാത്രിയിൽ കിടക്കുന്നതിന് മുൻപായിട്ട് ബാക്കി ബെഡ് ടൈം കോഴ്സ് എല്ലാം കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പായിട്ട് ഒരു 10 minutes എടുത്ത് ആ ദിവസം നമ്മൾ ചെയ്ത ആക്ടിവിറ്റീസ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ എനിക്ക് വേണ്ടി ചെയ്തു, എനിക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ എൻ്റെ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. സോ ദെയർ യു വിൽ ഗെറ്റ് ദിസ് ടൈം ഫോർ യുവർ എക്സസൈസ് ഓൾസോ. അപ്പോൾ അങ്ങനെ ഈ ഒരു 2-3 കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മളുടെ എനർജി ലെവൽ, അതായത് ഈ ഒരു എക്സസൈസ് ചെയ്യണം എന്നുള്ള ആ ഒരു പ്രോമിസ് നമ്മൾ എടുത്തിരുന്നല്ലോ, ആ ഒരു എടുത്തപ്പോഴുള്ള ആ ഒരു എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ ഒരു 21 days, ദാറ്റ് ഈസ് മാക്സിമം ഒരു 1 month അങ്ങനെ റെഗുലറായി ഈ ഒരു കാര്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് നമ്മളുടെ ഒരു സ്വഭാവമായിട്ട് മാറും. പിന്നെ അതിൽ ഒരു മാറ്റം വരുത്തുമ്പം നമ്മൾക്കുള്ളിൽ തന്നെ നമുക്കൊരു ഗിൽറ്റ് കോൺഷ്യസ്നെസ് തോന്നും. ഓക്കെ, ഞാൻ ചെയ്തില്ലല്ലോ, അത് ചെയ്യണം, അതിനുവേണ്ടി ടൈം കണ്ടെത്തണം, അങ്ങനെയുള്ളൊരു ബോധം നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവാൻ തുടങ്ങും. അപ്പോൾ നമ്മളുടെ ഒരു ജീവിതചര്യയുടെ ഭാഗമായിട്ട് നമ്മൾക്കിതിനെ മാറ്റാൻ പറ്റും. അങ്ങനെ എന്ത് കാര്യത്തിൽ വേണമെങ്കിലും, അതായത് നമ്മളുടെ സ്വഭാവത്തിൽ എന്താണോ നമ്മൾക്ക് മാറ്റം വരുത്തേണ്ടത്, അങ്ങനെയുള്ള മാറ്റങ്ങൾ ഈ ഒരു രീതിയിൽ നമുക്ക് വരുത്താവുന്നതാണ്. അങ്ങനെ നമ്മൾക്ക് തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമായിട്ട് നമുക്ക് നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റും. സോ അതിലൂടെ നമ്മൾക്ക് കിട്ടുന്ന സന്തോഷം വളരെ വലുതുമായിരിക്കും. സോ ഓൾവേസ് ബി ഹാപ്പി.